ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന പാഠഭാഗമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇതിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. 1-2 പാർട്ടുകളിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സുകൾ, മീനിങ്, ഡെഫിനിഷൻസുകൾ, ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫങ്ഷൻസുകളും ഒബ്ജക്റ്റീവ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചാണ്. ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി, അതിൻ്റെ ഫങ്ഷൻസുകൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതിൻ്റെ രൂപീകരണങ്ങളും പ്രവർത്തനങ്ങളുമാണ്. ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി, അതുപോലെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, ഇങ്ങനെയുള്ള വ്യത്യസ്ത അതോറിറ്റികളും ബോർഡുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പഠനാർഹമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസുകളും സ്ക്രീനിൽ നിങ്ങൾക്ക് നോട്ട്സോടുകൂടി കാണാവുന്നതാണ്. പാർട്ട് 3-ൽ കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായി വരുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അഥവാ IAS എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. The main purpose of accounting is to provide information to internal and external users. For this purpose, financial statements are prepared. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് വിവരങ്ങൾ കൈമാറുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത്. So the accountants all over the world have developed a certain rules, procedures and conventions. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടൻറ്റുമാർ സെർട്ടൈൻ റൂൾസുകളും പ്രൊസീജിയറുകളും അതുപോലെ തന്നെ കൺവെൻഷൻസുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ദീസ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ആർ നോൺ ആസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓർ ഗ്യാപ്പ്. ഇതിനെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But the generally accepted accounting principles അഥവാ ഗ്യാപ്പ് permits a number of alternative treatments for the same items. പക്ഷേ ഗ്യാപ്പിൻ്റെ പ്രൊസീജിയർ പ്രകാരം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ദി സെയിം ഐറ്റംസ്. ഒരേ ഐറ്റത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റുകൾ വരുന്നു എന്നുള്ളത് ഇതിന് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. There was a need to harmonize and standardize the diverse accounting policies and practices. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത തരത്തിലുള്ള പോളിസികളും പ്രാക്ടീസസുകളൊക്കെ ഏകീകരിക്കുക, ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക എന്നുള്ളത് അത്യന്താപേക്ഷികമായിരുന്നു. The Great Depression of 1929 ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ഫോഴ്സ്ഡ് ദ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസ് ടു റീതിങ്ക് അബൌട്ട് ദ അക്കൗണ്ടിംഗ് റൂൾസ്. നിലവിലുണ്ടായിരുന്ന അക്കൗണ്ടിംഗ് റൂൾസിനെ റീതിങ്ക് ചെയ്യാൻ, പുനരാലോചന നടത്താൻ അന്നത്തെ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽമാർ തീരുമാനിക്കുകയായിരുന്നു. USA took the lead in this direction, followed by UK, ഓസ്ട്രേലിയ, കാനഡ ആൻഡ് അതർ ഡെവലപ്ഡ് കൺട്രീസ്. അങ്ങനെ USA എന്ത് ചെയ്തു? ഇതിനൊരു നല്ല ഒരു ലീഡർഷിപ്പ് അഥവാ ഇതിന് മുൻകൈയെടുത്തു. അത് പിന്തുടർന്നുകൊണ്ട് UK, ഓസ്ട്രേലിയ, കാനഡ ആൻഡ് അതർ ഡെവലപ്ഡ് കൺട്രീസൊക്കെ ഇതിൻ്റെ പിന്തുടർന്നു എന്നുള്ളതാണ്. ഇൻ USA, the American Institute of Certified Public Accountants was given the responsibility to codify accounting standards. USA-യിൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസുമാർ അവരാണ് ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിച്ചത് എന്നുള്ളതാണ്. ലേറ്റർ ഓൺ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി വാസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ അതിനുശേഷം ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IASC
രൂപീകരിച്ചു ഫോർ ഫോർമുലേറ്റിംഗ് IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളതാണ്. ദീസ് ആർ ഫോർമുലേറ്റഡ് ടു കൺവേ ദ അക്കൗണ്ടിംഗ് ലാംഗ്വേജ് ടു ഓൾ പീപ്പിൾ ഇൻ ദ വേൾഡ്. അങ്ങനെ ഇത് ലോകത്തൊട്ടാകെയുള്ള അക്കൗണ്ടിംഗ് പീപ്പിൾസിൻ്റെ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട്, ഒരു കോമൺ പ്രൊസീജിയറായിട്ട് രൂപപ്പെട്ടു എന്നുള്ളതാണ്. The concept of development and establishment of international accounting standards emerged initially in the first International Congress of Accountants held at St. Louis in 1904. 1904 സെൻറ്റ് ലൂയിസിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സുകളും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സുകളൊക്കെ നടന്നത്. The first formal accounting standards were developed in the United States in 1930s. 1930കളിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ USA ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇൻ ഏപ്രിൽ 2001 under the recommendations made by the വോൾക്കർ ട്രസ്റ്റീസിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം 2001 the International Accounting Standard Committee came to be known as International Accounting Standard Board. IASC അഥവാ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന രൂപത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇത് പ്രധാനപ്പെട്ട് വോൾക്കർ ട്രസ്റ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 2001 ഇങ്ങനെ ഒരു പേരിലേക്ക് മാറാനുള്ള പ്രധാന കാരണം. ദെൻ ആൻഡ് വിച്ച് ആർ റീനെയിംഡ് അസ്, അത് പ്രകാരം ഇത് റീനെയിം ചെയ്തു. ഇറ്റ് ബിഗൻ ഓപ്പറേഷൻസ് ഓൺ 1 April 2001. 2001 ഏപ്രിൽ 1 ആദ്യമായിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസുകളൊക്കെ ആരംഭിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൈവറ്റ്ലി ഫൗണ്ടഡ് സ്റ്റാൻഡേർഡ്സ് ബോഡി ബേസ്ഡ് ഇൻ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൈവറ്റ് സ്റ്റാൻഡേർഡ് ബോഡി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇറ്റ് ഹാസ് 15 members ഫ്രം 9 countries. 9 രാജ്യങ്ങളിൽ നിന്നായിട്ട് 15 മെമ്പേഴ്സാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിലുള്ളത്. Then it is committed in developing a single set of high quality, understandable and enforceable global accounting standard. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല സ്വീകാര്യതയോടുകൂടിയുള്ള ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഗ്ലോബൽ ലെവൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. Statements of International Accounting Standards issued by the Board of the International Accounting Standard Committee between 1973 and 2001 are designed as International Accounting Standards. Statement of International Accounting Standards. International Accounting Standard സ്റ്റേറ്റ്മെൻറ്റുകൾ ഇഷ്യൂഡ് ബൈ ദ ബോർഡ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ബോർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കാലാവധി ദെൻ ബിറ്റ്വീൻ 1973 ആൻഡ് 2001 ആർ ഡിസൈൻഡ് ആസ്. ഈ ഒരു സാധനം ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ ഇറക്കിയിട്ടുള്ള മുഴുവൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും പുതുതായിട്ട് ഡിസൈൻ ചെയ്തു. അതിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സിംപ്ലി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ എല്ലാം പിന്നീട് അറിയപ്പെടുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. The International Accounting Standard Board announced in April 2001 that is accounting standards would be ഡിസൈൻഡ് ആസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അങ്ങനെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്തു, ഒരു പുതിയ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരിക്കും അവർ ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡുകൾ. അഥവാ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിന് കീഴിൽ വന്നിരിക്കുന്ന മുഴുവൻ സ്റ്റാൻഡേർഡുകളും പിന്നീട് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓൾസോ ഇറ്റ് വുഡ് അഡോപ്റ്റ് ഓൾ ദി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദി IASC ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്ന മുഴുവൻ സ്റ്റാൻഡേർഡുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നത് ഇതും കൂടി അഡോപ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. സിംപ്ലി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെയും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. IFRS എന്ന് പറയും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് IFRSലേക്ക് നോക്കാം. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS. ഗ്ലോബലൈസേഷൻ ഹാസ്
ചേഞ്ച്ഡ് ദി അക്കൗണ്ടിങ് വേൾഡ്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടിങ് വേൾഡ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പാർട്ട് 2 പറഞ്ഞിരുന്നു, മൾട്ടിനാഷണൽ കമ്പനികൾ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതോടുകൂടി ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലെ അക്കൗണ്ടിങ് പ്രൊസീജിയറുകൾ, പോളിസികളൊക്കെ ഏകീകരിക്കേണ്ട ഒരു അത്യാവശ്യം വന്നു. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ വേൾഡ് മുഴുവൻ അക്കൗണ്ടിങ്ങുകളും ഒരേ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് അത്യന്താപേക്ഷികമായിരുന്നു എന്നുള്ളതാണ്. ദെൻ ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഫലമായിട്ട് അവർ അക്കൗണ്ടിങ് സിസ്റ്റം ഹാസ് ടു ബിക്കം ട്രൂലി ഗ്ലോബൽ ഇൻ ക്യാരക്ടർ. അതിൻ്റെ ഫലമായിട്ട് തന്നെ, ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിങ് ക്യാരക്ടർ മുഴുവൻ ഒരു ഗ്ലോബൽ ടച്ചിലേക്ക് വന്നു, ഏകീകൃത സ്വഭാവത്തിലേക്ക് വന്നു ത്രൂ ഔട്ട് ദ വേൾഡ്. ദെയർഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ കൺട്രി ആർ യൂസ്ഡ് ഇൻ അതർ കൺട്രീസ്. ഒരു കൺട്രിയിൽ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം മറ്റു കൺട്രികൾക്കും ഉപയോഗിക്കാം എന്നുള്ള രൂപത്തിലേക്ക് മാറി. ദിസ് ഡെവലപ്മെൻറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ദെൻ ഇത് ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്യാവശ്യം വന്ന സമയത്താണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ രൂപീകരിക്കുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് പ്രപ്പോസ്ഡ് സം ഗൈഡ് ലൈൻസ് ഓൺ ടോപ്പിക്സ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കുറച്ച് ഗൈഡ് ലൈൻസുകൾ പ്രപ്പോസ് ചെയ്തു. ടോപ്പിക്സ് ഫോർ വിച്ച് ദർ വാസ് നോ ക്ലിയർ കട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അവിടെ ഒരു ക്ലിയർ കട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല. ദെൻ ദീസ് പ്രപ്പോസൽ ആർ നോൺ ആസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇതിനെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ പ്രപ്പോസലുകളെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ്സ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അത് അതിൻ്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെല്ലാം അനൗൺസ് ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചു. വുഡ് ബി ഡിസൈൻഡ് ആസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ആ റൂൾസുകളെ അല്ലെങ്കിൽ ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് നിർദ്ദേശിക്കപ്പെടുന്ന മുഴുവൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെയും പിൽക്കാലത്ത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ മീനിങ് ഓഫ് IFRS നോക്കാം നമുക്ക്. IFRS ആർ ഡിസൈൻഡ് ആസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ഫോർ ബിസിനസ് അഫെയേഴ്സ് സോ ദാറ്റ് കമ്പനി അക്കൗണ്ട്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പയറബിൾ അക്രോസ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. അതായത് ഇൻ്റർനാഷണൽ ബൗണ്ടറികൾക്കപ്പുറത്തേക്ക് ത്രൂ ഔട്ട് ദ വേൾഡ് ലെവലിൽ കമ്പനികൾക്കൊരു കോമൺ ലാംഗ്വേജ്, ബിസിനസ്സുകൾക്കും അക്കൗണ്ടുകൾ ചെയ്യുന്നതിനൊക്കെ ഒരു കോമൺ ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് IFRS എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ IASB ആർ നോൺ ആസ് IFRS. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെയാണ് IFRS എന്ന് പറയുന്നത്. ദ ഓൾഡർ നെയിം ഓഫ് ദീസ് സ്റ്റാൻഡേർഡ്സ് വാസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അഥവാ IFRSൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് പിന്നീട് IFRS ആയിട്ട് മാറിയത്. ദെൻ ഈ IFRSൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, IFRS ഇഷ്യൂഡ് ഫ്രം 2001 ഓൺവേർഡ്സ്. 2001 മുതൽ IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും. ദെൻ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ് ഡ്യൂറിങ് 1973-2002. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, 1973 മുതൽ 2000 വരെ കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഒരുപാട് ഇഷ്യൂ ചെയ്തിരുന്നു. അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. മൂന്നാമത്തേത് ഇൻ്റർപ്രിട്ടേഷൻസ് മെയ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെ മുഴുവൻ ഇൻ്റർപ്രിട്ടേഷൻസുകളും അഥവാ മുഴുവൻ വിലയിരുത്തലുകളും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇഷ്യൂഡ് ഫ്രം 2001 ഓൺവേർഡ്സ്. 2001 മുതലുള്ള മുഴുവൻ വിലയിരുത്തലുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നാലാമത്തേത് ഇൻ്റർപ്രിട്ടേഷൻസ് മെയ്ഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് IFRSൻ്റെ ഒന്നാമത്തെ ഫീച്ചർ, ദീസ് ആർ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് IFRS. അതിൽ
ഐ മീൻസ് ഇൻ്റർനാഷണൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദീസ് ആർ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഒരു ഗ്ലോബൽ ലെവലിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ദീസ് ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആൻഡ് നോട്ട് റൂൾഡ് ബേസ്ഡ്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് ഇത് സാധനം. പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, അല്ലാതെ റൂൾഡ് ബേസ്ഡ് അല്ല, നിയമപ്രകാരമുള്ള കുറേ കാര്യങ്ങളല്ല, മറിച്ച് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിയമം ഫോളോ ചെയ്യുന്നില്ല എന്നല്ല, മറിച്ച് ഇതൊരു ലോ അല്ല, അത് പകരമായിട്ട് ഇതൊരു പ്രൊസീജിയറുകളെ പിന്തുടരുക എന്നുള്ളത് മാത്രമാണ്. ദെൻ IFRS ആർ ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ IASB. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ദെൻ നാലാമത്തേത്, ദീസ് ആർ ഇഷ്യൂഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് അപ്ലൈയിങ് ദീസ് സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഗ്ലോബ് ഓൺ കൺസിസ്റ്റൻസ് ബേസ്ഡ്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അപ്ലൈയിങ് ദീസ് സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഗ്ലോബൽ ഓൺ കൺസിസ്റ്റൻസ് ബേസിസ്. ദെൻ ഗ്ലോബൽ ലെവലിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡുകൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, താല്പര്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തേത്, ദേ എൻഷ്യൂർ ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിംഗ് ദാറ്റ് വുഡ് എൻഷ്യൂർ കമ്പയറബിലിറ്റി എമംഗ് ദി എൻറ്റിറ്റീസ് അക്രോസ് ദ ഗ്ലോബ്. ഗ്ലോബൽ ലെവലിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും കൃത്യമായിട്ട് കമ്പയർ ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളത് കൂടി ഇവരുടെ ഒരു IFRSൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഇനി നമുക്ക് പറയാനുള്ളത് IFRS ഇൻ്റർപ്രിട്ടേഷൻസ് കമ്മിറ്റി. നേരത്തെ തൊട്ട് മുന്നേ സൂചിപ്പിച്ചിരുന്നു ഇവിടെ വരുന്നുള്ളത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് കമ്മിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ദിസ് ഈസ് എ കമ്മിറ്റി ഫോർ IFRS ഇൻ്റർപ്രിട്ടേഷൻ. IFRS ഇൻ്റർപ്രിട്ടേഷന് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണത്. ദ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ദി ഒബ്ജക്റ്റ് ഓഫ് ഡെവലപ്പിംഗ് ഇൻ്റർപ്രിട്ടേഷൻസ് ഫോർ ദി IFRS ഇഷ്യൂഡ് ബൈ ദി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അഥവാ IASB ഇഷ്യൂ ചെയ്തിരിക്കുന്ന മുഴുവൻ സ്റ്റാൻഡേർഡുകളെയും കൃത്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ ദ കമ്മിറ്റി കംപ്രൈസ് ദ 14 വോട്ടിംഗ് മെമ്പേഴ്സ്. 14 മെമ്പേഴ്സാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ദെൻ അപ്പോയിൻറ്റഡ് ബൈ ദി IFRS ഫൗണ്ടേഷൻ ട്രസ്റ്റീസ്. IFRS ഫൗണ്ടേഷൻ ട്രസ്റ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന 14 വോട്ടിംഗ് മെമ്പറുകളാണ് ഇതിൽ ഉള്ളത്. ദെൻ ഓരോ 3 വർഷം കൂടുമ്പോഴും ഇത് റിന്യൂ ചെയ്യും എന്നുള്ളതാണ്, സിംപ്ലി മനസ്സിലാക്കാം. ദെൻ അടുത്തൊരു ടേം, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, NFRA. ദെൻ ഇറ്റ് ഈസ് എ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 132 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 132 വകുപ്പ് പ്രകാരമാണ് ഈ ഒരു ബോഡി രൂപീകരിച്ചിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിസ് അതോറിറ്റി ഈസ് എഫക്റ്റഡ് ഫ്രം 1 ഒക്ടോബർ 2018. 2018 ഒക്ടോബർ 1 മുതലാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ദ മെയിൻ എയിം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ദിസ് റിഗാർഡ് അപ്പിയേഴ്സ് ടു ബി. പ്രധാനപ്പെട്ട ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ദെൻ 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, സെറ്റിംഗ് അപ്പ് ഓഫ് എ സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി ബോഡി. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി ബോഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ്? ടു അസിസ്റ്റ് ഇൻ ദ ഫ്രെയിമിംഗ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലെജിസ്ലേഷൻ റിലേറ്റിംഗ് ടു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ദെൻ ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അസിസ്റ്റിംഗ് ഇൻ ദ ഫ്രെയിമിംഗ് ആൻഡ് എൻഫോഴ്സിങ്. കൃത്യമായിട്ടൊരു ചട്ടക്കൂട് ഉണ്ടാക്കുന്നതിന് സഹായിക്കുക. ഏതിൻ്റെ ചട്ടക്കൂട്? ലെജിസ്ലേഷൻ റിലേറ്റിംഗ് ടു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ്ങിനും ഓഡിറ്റിങ്ങിനും ഒരു കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഥവാ ലെജിസ്ലേഷൻ, ഒരു സംഹിത കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട് അതിനു വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇംപ്രൂവിങ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ആൻ എൻറ്റിറ്റി. സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസുകളും പബ്ലിക്കിൻ്റെയും കോൺഫിഡൻസുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഒന്ന്, മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്റിൽ റെക്കമെൻഡേഷൻ കൊടുക്കുക ഓൺ ദി ഫോർമുലേഷൻ ആൻഡ് ലേയിങ് ഡൗൺ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓഡിറ്റിംഗ് പോളിസികളും ഓഡിറ്റിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും പോളിസികളും സ്റ്റാൻഡേർഡ്സുകളും രൂപീകരിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രവർത്തനം.
രണ്ടാമത്തേത് മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് ദ കംപ്ലൈൻസ് ഓഫ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും സ്റ്റാൻഡേർഡുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തേത് ഓവർസീ ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഓഫ് ദി പ്രൊഫഷണൽസിൻ്റെ ക്വാളിറ്റി ഓഫ് സർവീസസുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇവിടെ പ്രൊഫഷണൽസ് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടന്റുമാർ, ഓഡിറ്റർമാർ ഉൾപ്പെടെയുള്ള ഒരു ടീമിനെയാണ് ഇവിടെ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ സജസ്റ്റ് മെഷേഴ്സ് റിക്വയേർഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് സർവീസ്. ക്വാളിറ്റി സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റുകൾ സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് പെർഫോം സച്ച് അതർ ഫങ്ഷൻസ് റിലേറ്റഡ് ടു ദി എബോവ്. ദെൻ മുകളിൽ പറഞ്ഞിട്ടുള്ള നേരെ 1 മുതൽ 4 വരെ പറഞ്ഞിട്ടുള്ള പ്രധാന ഫങ്ഷൻസിന് പുറമേയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഇവർ ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്ന് പറയുന്നത് IASന്റെ ഫോർമേഷന്, അതുപോലെ തന്നെ IASCയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റോള്, ദെൻ IASBയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, IFRSന്റെ മീനിങ്ങുകൾ, ഫീച്ചേഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഒപ്പം തന്നെ IFRS ICയുടെ ഫോർമേഷനുകൾ, ദെൻ NFRAയുടെ ഫോർമേഷനുകൾ, റോളുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ചയ്ക്ക് എടുത്തത്. പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. പാർട്ട് 4ൽ നമുക്ക് കൺവേർജൻസ് ടു IFRSന്റെ മറ്റു കുറച്ച് വിഷയങ്ങളുമായിട്ട് എത്തിച്ചേരാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഠന വിഷയങ്ങളിൽ എല്ലാവരും നന്നായി ഉത്സാഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. താങ്ക് യു.